മലയാളി ദമ്പതികളെയും സുഹൃത്തിനെയും അരുണാചൽ പ്രദേശിൽ ഹോട്ടൽ മുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. കോട്ടയം സ്വദേശികളായ നവീൻ, ഭാര്യ ദേവി, തിരുവനന്തപുരം സ്വദേശിയായ സുഹൃത്ത് ആര്യ എന്നിവരാണ് മരിച്ചത്. നവീനും ദേവിയും ആയുർവേദ ഡോക്ടർമാരാണ്. ആര്യയെ കാണാനില്ലെന്ന് ബന്ധുക്കൾ കഴിഞ്ഞ മാസം 27-ന് പോലീസിൽ പരാതി നൽകിയിരുന്നു. ദുർമന്ത്രവാദമാണ് മരണത്തിന് പിന്നിൽ എന്നാണ് സംശയം. ഈ പയ്യൻ 17-ാം തീയതി ഇവിടുന്ന് പോയത്. ഭാര്യയും ആയിട്ട് ഏകദേശം ഒരു 1.5 മാസമായിട്ട് ഇവിടെ താമസിക്കുന്നുണ്ടായിരുന്നു. പയ്യന് നാട്ടുകാരുമായിട്ടൊന്നും അധിക സമ്പർക്കമൊന്നും ഇല്ലായിരുന്നു. ഇവർ പറഞ്ഞു കേട്ടതനുസരിച്ച് പുള്ളി ഈ പുനർജനി എന്നും പറഞ്ഞൊരു ഒരു സംഘടനയുണ്ട്. അതൊരു സാത്താൻ സേവ അങ്ങനെ കണ്ടൊരു ഇതാണ്. അതിനകത്തെ അംഗങ്ങളായിരുന്നു 2 പേര്. അങ്ങനെയാണ് ആ ഒരു സംഘടന ത്രൂ ആണ് ഇവർ അരുണാചലിൽ പോയിട്ട് ആ കൂട്ടത്തിൽ ഈ ഇവൻ്റെ ഭാര്യയുടെ ഒരു കൂട്ടുകാരിയും കൂടെ ഉണ്ട്. ഇവർ 3 പേരൂടെയാണ് അവിടെ ആത്മഹത്യ ചെയ്തിരിക്കുന്നതാണ് അറിഞ്ഞിരിക്കുന്നത്. ഈ ശരീരം ഇങ്ങനെ ഈ പുനർജനിയുടെ ഭാഗമായിട്ട് എന്തോ ഇങ്ങനെ മൊത്തം വരഞ്ഞ് ബ്ലഡ് ഊർന്ന് മരിച്ചു പോയതെന്നാണ്. മരണം സംഭവിച്ച അങ്ങനെയാണെന്നാണ് ഇപ്പം നിലയിൽ അറിഞ്ഞിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ നൽകാൻ വീണുപോയി എന്നുള്ളതാണ്. ഈ മരിച്ച 3 പേരും വെൽ എഡ്യൂക്കേറ്റഡ് ആണ്. ഈ മരിച്ച ഒരു കുട്ടിയുടെ കല്യാണം അടുത്ത ഒരാഴ്ചയ്ക്ക് 1 മാസത്തിനുള്ളിൽ നടക്കേണ്ടതുമാണ്. അപ്പോൾ ഇത്രയും എഡ്യൂക്കേറ്റഡ് ആൾക്കാർ ഇങ്ങനെ ഒരു ബ്ലാക്ക് മാജിക്കിൻ്റെ കെണിയിൽ വീഴണമെങ്കിൽ അത് വളരെ സീരിയസ് ഇഷ്യൂ ആണെന്ന് എനിക്ക് തോന്നുന്നു. ഇനി ഒരാൾക്ക് അങ്ങനെ വരാതിരിക്കാനുള്ള ബോധവൽക്കരണം ഈ ഒരു സംഭവത്തിൽ കൂടി ഉണ്ടാകണം എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. പങ്കുചേരാനോ അല്ലെങ്കിൽ കൂടുതൽ വിവരങ്ങൾ നൽകാൻ ഷിജോ കുര്യൻ ചേരുന്നുണ്ട്. ഷിജോ, ദുർമന്ത്രവാദമാണ് എന്ന് സംശയിക്കുന്നത് എന്ത് അടിസ്ഥാനത്തിലാണ്? രേഷ്മ, അക്കാര്യത്തിലൊന്നും നമുക്കിപ്പോൾ തീർത്ത് ഒരു വ്യക്തമായൊരു ചിത്രം നമുക്ക് നൽകാൻ കഴിയുകയില്ല. ഇന്ന് കഴിഞ്ഞ മാസം 27-ാം തീയതിയാണ് തിരുവനന്തപുരം സ്വദേശിയായിട്ടുള്ള ആര്യനെ കാണാനില്ല എന്ന് കാട്ടി ബന്ധുക്കൾ വട്ടിയൂർക്കാവ് പോലീസിൽ പരാതി നൽകുന്നത്. ഈ പരാതി അന്വേഷിച്ച് നടത്തിയ അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ ഇങ്ങനെ 3 പേരുടെയും ആത്മഹത്യ ചെയ്തു എന്ന നിലയിലുള്ളൊരു വാർത്ത പുറത്തു വരുന്നത്. തിരുവനന്തപുരം വട്ടിയൂർക്കാവ് സ്വദേശിയായിട്ടുള്ള ആര്യ, ദേവി, ഈ 2 പേരും സുഹൃത്തുക്കളാണ്. ഈ ദേവിയുടെ ഭർത്താവ് നവീൻ, ഈ പറയുന്ന 3 പേരാണ് അരുണാചൽ പ്രദേശിലെ ഇറ്റാനഗറിൽ ഹോട്ടലിൽ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയത്. ഈ 3 പേരും വെൽ എഡ്യൂക്കേറ്റഡ് ആണ്. ഇവർ 2 പേരും ആര്യയും നവീനും ദേവിയും നവീനും 13 വർഷം മുമ്പാണ് കല്യാണം കഴിച്ചത്. കല്യാണം കഴിച്ചതിന് ശേഷം ദേവിയും നവീനും കോട്ടയത്തെ മീനടത്താണ് താമസിക്കുന്നത്. പ്രശസ്ത ഫോട്ടോഗ്രാഫർ ബാലൻ മാധവന്റെയും ലതയുടെയും മകളാണ് മരിച്ച ദേവി. ദേവിയുടെ ഭർത്താവും ഡോക്ടറാണ്. ഇരുവരും കോട്ടയത്ത് 13 വർഷമായി താമസിച്ചു വരികയാണ്. വല്ലപ്പോഴും മാത്രമാണ് തിരുവനന്തപുരത്തേക്ക് വരാറുള്ളത്. ദേവിയുടെ സുഹൃത്ത് ആര്യ, ഇരുവരും ഒരുമിച്ച് കുറച്ചു കാലം മുമ്പ് തിരുവനന്തപുരത്തെ ഒരു സ്വകാര്യ സ്കൂളിൽ വിദേശ ഭാഷ പഠിപ്പിച്ചിരുന്നു. ജർമ്മനും ഫ്രഞ്ചും അടക്കമുള്ള ഭാഷകൾ ഇരുവരും പഠിപ്പിച്ചിരുന്നു. അതിനുശേഷം ഇവർ 3 പേരും ഈ കഴിഞ്ഞ മാസം 27-ാം തീയതി ആര്യ വീട്ടിൽ നിന്ന് പോവുകയും പിന്നീട് ആര്യനെ കാണാനില്ല എന്ന് കാട്ടി ബന്ധുക്കൾ പോലീസിൽ പരാതി നൽകുകയും ചെയ്തു. ഈ പരാതി അന്വേഷണത്തിനൊടുവിലാണ് ഇപ്പോൾ ഇത്തരത്തിൽ ഇന്ന് രാവിലെ 11 മണിയോടുകൂടി അരുണാചൽ പ്രദേശിൽ നിന്ന് ഈ 3 പേരെ, ഇത്തരത്തിൽ മലയാളികളായിട്ടുള്ള 3 പേരെ മരിച്ച നിലയിൽ കണ്ടെത്തിയെന്നുള്ള വിവരം പോലീസ് ഈ ആര്യയുടെ ബന്ധുക്കളെയും മറ്റ് പോലീസിനെയും അറിയിച്ചത്. ഇവർ മരിച്ചത് ബ്ലാക്ക് മാജിക്കിന് അടിമപ്പെട്ടാണ്, ദുർമന്ത്രവാദത്തിന് അടിമപ്പെട്ടാണ് ഈ മരണം സംഭവിച്ചത് എന്നുള്ളൊരു വിലയിരുത്തലാണ് ഇപ്പോൾ ബന്ധുക്കളും മറ്റുള്ളവരും ഉള്ളത്. ഇതടക്കമുള്ള കാര്യങ്ങൾ പോലീസ് വിശദമായി അന്വേഷിച്ചു വരികയാണ്.